കുറെ പേരൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാണാറുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തു. പെർഫെക്റ്റ്, സൂപ്പർ, കൊള്ളാം. ഇത് മതിയല്ലോ പൊന്നൂന് മോണ്ടനും. ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എന്ന് പറയാൻ പറഞ്ഞ മോനോട് ഇപ്പൊ കറക്റ്റ് ആയിട്ടോ. അപ്പൊ മുത്തുമണി നമ്മളിപ്പോ ആദ്യം പോകുന്നത് പൊന്നൂസിനെ മോണ്ടന്റെ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്ക് മേടിക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഇന്ന് മൊത്തം വീഡിയോ പറ്റത്തില്ല, കാരണം പല പല കാരണങ്ങളാൽ. അണ്ണൻ ഇപ്പോഴാണ് വന്നത് നമ്മൾ വീഡിയോ പണി നടത്തുന്നത്. പിന്നെ 3 മണിക്ക് പൊന്നൂസിനെ മോനോടനെ മദ്രസയിലെ പഠിക്കാൻ പോകണം. അപ്പൊ ഇപ്പൊ സമയം എത്ര തന്നെ 2:22. അപ്പൊ എല്ലാം കൂടി നമുക്ക് പറ്റത്തില്ലല്ലോ. എവിടെ പോണം? ശബരിമലയിലോ വഴി തെറ്റിപ്പോയതാ. അപ്പം നമുക്ക് എല്ലാം കൂടെ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പൊ സ്കൂളിൽ പോയി ടെക്സ്റ്റ് വാങ്ങിച്ചിട്ട് പൊന്നൂനെ മോനോട്ടനെ മദ്രസ പഠിക്കാൻ പറ്റിയിട്ട് പിന്നെ നാളെ ഉച്ചയ്ക്ക് അടുത്തത് ഇറങ്ങാന്ന യൂണിഫോം മേടിക്കാൻ, പിന്നെ ബാഗ് മേടിക്കണം. ഇവർക്ക് ഇഷ്ടപ്പെട്ടത് മേടിക്കണമല്ലോ. പിന്നെ യൂണിഫോം നമ്മൾ എങ്ങനെ എടുത്താലും അപ്പൊ പൊന്നൂന് മോനുക്കുട്ടന്റെ ഷർട്ടിന്റെ ഒക്കെ അളവ് 18, പൊന്നൂന് 22 ആണ്. പക്ഷെ നമ്മൾ ചിലപ്പം ഇനി അത് ഇട്ട് നോക്കുമ്പോഴത്തേക്കും കുറച്ച് വലുതായിരിക്കും. അടുത്തത് അവർക്ക് ഇട്ട് നോക്കി അധികം വലുതും ആവണ്ട, ഒത്തിരി ചെറുതും ആവണ്ട. അപ്പൊ ഇട്ട് നോക്കി എടുക്കാന്ന് വിചാരിച്ചിട്ട് നാളെ ഇനി ഉച്ചയാകുമ്പോൾ നമ്മളൊന്നും കൂടി ഇറങ്ങും. അപ്പൊ ഈ 2 ദിവസത്തെ വീഡിയോയും കൂടെ ഞാൻ കൂട്ടിക്കലർത്തി ഒന്നിപ്പിച്ചിട്ടാണ് ഒരു വീഡിയോ ആക്കി ഇടുന്നത് കേട്ടോ. അപ്പം കഴിഞ്ഞ വട്ടം ഞങ്ങൾ യൂണിഫോം ഒന്നും മേടിച്ചില്ല. അതിൻ്റെ അങ്ങേ വെട്ടത്തെ ഉണ്ടായിരുന്നു. അത് ഞാനൊന്ന് ട്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്ത് എല്ലാം ട്രൈ ക്ലീൻ ചെയ്തെടുക്കുമായിരുന്നു. അപ്പോൾ ഈ വർഷം ആയപ്പോഴത്തേക്ക് 2 വർഷം ആയപ്പോൾ അത് മൊത്തം പോയി. അപ്പം പുതിയത് അത് മേടിക്കണം. ബാഗ്, പിന്നെന്തുവാണേ ഇത് ലഞ്ച് ബാഗ്, പിന്നെ അതൊക്കെ ഉണ്ടല്ലോ എപ്പോഴും. ഞങ്ങൾ ഈ വട്ടം 4ാം ക്ലാസ്സിലാണെങ്കിൽ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആണ് മേടിക്കാം. ഇവര് വെറൈറ്റി ഐറ്റംസ്, ബോക്സ്, പെൻസിൽ. ഈ വട്ടം അമ്മായി അത്തായി നേരത്തെ പറഞ്ഞായിരുന്നു ഞങ്ങക്ക് റോളിംഗ് ബാഗ് ആണല്ലേ. അങ്ങനെ പറഞ്ഞോ അണ്ണേ? അങ്ങനെ പറഞ്ഞോ? അത് കഴിഞ്ഞ വട്ടം അങ്ങനെ ഞാനൊന്ന് പറഞ്ഞു. നമുക്ക് സെറ്റ് നമുക്ക് എങ്ങനെങ്കിലും ഒക്കെ സെറ്റ് ആക്കാം. അപ്പം അതുമല്ല, മാത്രമല്ല നമുക്ക് 2 മാസത്തിനകം നമുക്ക് പാല് കാച്ചി വീട്ടിൽ കയറിയേ പറ്റും. പുതിയ വീട്ടിൽ ഓഗസ്റ്റ് 17. അപ്പൊ 2 മാസത്തിനൊക്കെ നമുക്ക് പാല് കാച്ചി കയറിയേ പറ്റും. അപ്പൊ നമ്മൾ അതിനുള്ള ഓട്ടപ്പാച്ചിലും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഇത്രയും എല്ലാവരും ഓരോ ഷോട്ട് ഇടുമ്പോഴും പറയും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ്. താമസിച്ച് പോകുന്നത് പല പല കാര്യങ്ങളായിട്ട് തിരക്കൊക്കെ ആയതുകൊണ്ടാണ്. ഒന്നിനും അങ്ങോട്ട് സമയം വേണ്ടേ. പിന്നെ ഭയങ്കര മാനസികമായിട്ടുള്ള പിരിമുറുക്കവും കാര്യവും ഒക്കെയാണ് എല്ലാത്തിനും ഇറങ്ങാനുള്ളൊരു മടി. പിന്നെ ടെക്സ്റ്റ് മേടിച്ചിട്ട് നമുക്ക് വന്ന് കാണാം. ബുക്ക് അവിടെ നിന്ന് മേടിക്കത്തില്ല, ബുക്ക് വെളിയിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പൊ ഇനി സ്കൂളിലെത്തിയിട്ട് തിരിച്ച് ബുക്കുമായിട്ട് വന്നിട്ട് ഞാൻ വിശേഷം പറയാം. കല്ലടപ്പുഴ, കല്ലടയാറെന്നല്ലേ ഉണ്ണേ പറഞ്ഞ പോലെ? കല്ലടയാറ. അപ്പൊ ഇതേ നമ്മുടെ തൂക്കുപാലം. വെയിലൊക്കെ താന്നിട്ടുണ്ട്. മുത്തുമണി പുസ്തകങ്ങളൊക്കെ മേടിച്ചു. എസിയുടെ ശബ്ദം കൂടെ കേൾക്കുവോ ഞാൻ പറയുന്നത്? ഇറങ്ങുന്നു. ഇത്ര നേരം വെയിലത്ത് കിടക്കുമല്ലായിരുന്നു. അപ്പൊ ടെക്സ്റ്റ് ഒക്കെ മേടിച്ചു. ഇനി നമുക്ക് ബുക്ക് മേടിച്ചിട്ടില്ല, ബുക്ക് മേടിക്കണം. പിന്നെ യൂണിഫോം റെഡിമെയ്ഡ് എടുക്കാം. ഇനിയിപ്പം റെഡിമെയ്ഡ് എടുക്കുന്ന വേറൊരു കടയിലാട്ടോ. അപ്പൊ കഴിഞ്ഞ വട്ടമൊക്കെ എടുത്ത് അവിടെ പോവാൻ ഇനിയിപ്പോ സമയമില്ല. കാരണം 3:15 ഇവർക്ക് 3 മണിക്കല്ലയോ. ഒരു ദിവസം 2 ദിവസം ഇടവിട്ട് എല്ലാം കൂടെ ഒരുമിച്ചാക്കി ഒരു വ്ളോഗ്, എല്ലാം കൂടെ ഞാൻ കൂട്ടിച്ചേർത്തൊരു വ്ളോഗാണ്. അപ്പൊ ഇനി എന്തായാലും നാളെ നമുക്ക് യൂണിഫോം, അതുപോലെ ബാഗ്, ഷൂ. പൊന്നൂന്റെ സ്കൂള് ലാസ്റ്റ് ഞാൻ മേടിച്ചത് അല്ലേ പൊന്നു? അപ്പൊ പൊന്നൂന് ഷൂ വേണ്ട, മോനുകുട്ടന് വേണം. പിന്നെ ഇതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളുണ്ടല്ലോ, ബോക്സ്, ഇത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാളത്തേക്ക് വെച്ചേക്കുവാണ് മുത്തുമണി. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് കട്ട് ചെയ്യാം. ബാക്കി നാളത്തെ കൂട്ടിച്ചേർക്കാം കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ബാഗ് മേടിക്കാൻ ഒരു കടയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ബാഗ് സെലക്ട് ചെയ്യാം. പൊന്നു വന്നപ്പോഴേ പറയാം റോളിംഗ് ബാഗ് എനിക്ക് വേണം. ചോദിക്കട്ടെ, അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞ് ഞാൻ സെറ്റ് ആയിക്കൊണ്ട് വന്നേ. ഇതുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ്. ചോദിക്കേ വില. ഇത് രണ്ടും ഗേൾസിന്റെ ആട്ടോ. ഈ ഇരിക്കുന്ന 2 ഗേൾസിന്റെ. വാട്ടർ ബോട്ടിൽ ഫ്രീയാ. ചോദിക്കാം, വില ചോദിക്കാം. വാ. ഇതിന് എത്ര ഏട്ടാ? 2,700. പൊന്നു 2,200. 700 പൊന്നു. മക്കളെ ഇങ്ങോട്ട് നോക്ക്.
ഡിസ്കൗണ്ട് കഴിഞ്ഞ് എത്ര നോക്കാം. കഴിഞ്ഞ വർഷം മുതലേ പൊന്നൂസ് മോനുണ്ടനും റോളിംഗ് ബാഗ് വേന എടുക്കും ഗൈസ്. 16 എന്തോ സ്റ്റെപ്പ് ഉള്ള അവിടെ എന്തോ സ്റ്റീൽ സ്റ്റെപ്പ് അല്ല അവിടെ സ്റ്റെപ്പാണ് ഗൈസ്. കേറുമ്പോ സ്റ്റെപ്പിലും നമുക്ക് റോളിംഗ് ബാഗ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പൊന്നു. അതെങ്ങനെ? പിന്നെ ഇങ്ങനെ അത്രയും വെയിറ്റ് നീ പൊക്കുവാണെങ്കിൽ എനിക്ക് തോളത്തിട്ടാ പോരെ. അത്താട് പറ, എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ല. കുറെ പേരൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ കാണാറുണ്ട്. ആദ്യമായിട്ടാണ് റോളിംഗ് എന്താ ഞങ്ങളുടെ റോളിംഗ് ബാഗ് എന്താ മേടിക്കുന്നത് ഗൈസ്. 2700. ആ 3 ഉള്ളല്ലേ പൊന്നോ? ആ ഓ എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കളറൊന്നല്ല, മറ്റേ റോളിംഗ് ബാഗ് എന്ന് പറഞ്ഞാൽ ഈ പെട്ടി പോലെ ഇരിക്കുന്ന ഒരു ബാഗ് ഉണ്ടല്ലോ. ആ അതെ അതെ. ആ പൊന്നുന്റെ തീരെ ഇല്ല. പൊന്നൂന കൂടുതലും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടതും. ഇത് മതി. അതുകൊണ്ട് ആദ്യമേ പോയി സ്പൈഡർമാന്റെ ബോക്സ് ഒക്കെ എടുത്ത്. കഴിഞ്ഞ വട്ടം ഈ ബോക്സ് അല്ലേ മോണക്കുട്ട എടുത്തത്? സ്പേസ് ഉണ്ട്. അതെ അണ്ണ സംസാരിയിര് ഇതിന്റെ കാര്യങ്ങളും. അല്ലെങ്കിൽ നമുക്ക് വേറെ ബാഗ് നോക്കാം, കുഴപ്പമൊന്നുമില്ല. വില പറ്റിയില്ലെങ്കിൽ അമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞ പോലെ സെറ്റ് ആക്കണേ. ചക്കര ബേബികളാ, അതിന് ചക്കര ബേബികളാ. ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞ സെറ്റ് ആക്കിട്ട് വന്നു. അല്ലെങ്കിൽ സാധാ ബാഗ് മേടിക്കാം. ഇത് വില ഇത്രയാണെങ്കിൽ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും വിലക്കുള്ള ബാഗിന്റെ ആവശ്യമില്ല. അച്ഛ വില കൂടുതലാണ്, മുഖമൊക്കെ വല്ലാതെയായി. അത് തന്നെ. ആ കുഴപ്പമില്ല, അവരത് പറഞ്ഞേക്കും. നമുക്ക് ബാഗിന്റെ വില സെറ്റ് ആയില്ല പൊന്നു. ബാ അപ്പൊ നമുക്ക് വേറെ ബാഗ് നോക്കാം. വേറെ ബാഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോന്ന് നോക്കാം. ഇഷ്ടപ്പെടുവോന്ന് നോക്കാം. ആര് പറഞ്ഞു? നോക്കിയില്ലല്ലോ. ഈ ബാഗ് ഓ 2000 കുറഞ്ഞ ബാഗില്ലേ? വേറെ 3-4 കളറോടെ വരുന്നുണ്ട്. ഇത് കൊള്ളാല്ലേ പൊന്നു? ഇത് കൊള്ളത്തില്ലേ പൊന്നു? ഇത് കൊള്ളത്തില്ലേ? സാരമില്ല, വേണ്ട. ഇത്രയും വിലയുള്ള ബാഗ് വേണോ? അമ്മയ്ക്ക് തോന്നില്ല. അമ്മ 500 ബാഗാ പണ്ട് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോയത്. 500 ഇല്ല, 200 300 ഒക്കെ. അതല്ല എന്നാലും ഈ ബോക്സ് ആ ബോക്സ് എന്താ ആ ബാഗ് ഈ ബോക്സ് അത് എടുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഈ ബോക്സ് അവിടെയൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ പെട്ടി പോയിട്ട് ബാഗ് കിട്ടും. അവർക്ക് റോളിംഗ് തന്നെ വേണമെന്ന് ഇത് തന്നെ വേണമെന്നില്ലല്ലോ. ഇതിന്റെ ഡോറ ബുച്ചിയുടെ ഒക്കെ ഫോട്ടോ ഉള്ളൊരു ബാഗ് ഞാൻ കഴിഞ്ഞ വട്ടം കണ്ടേ. അതിനകത്ത് കാണും. അല്ലല്ല, അത് ട്രാവൽ ബാഗ്. അത് ട്രാവൽ ബാഗ്. ഞാൻ അതുപോലത്തെന്നാ പറഞ്ഞേ. ഈ ബോക്സ് ഈ ബാഗ് അണ്ണൻ അത് എടുത്ത് കൊടുക്കുവാണോ? അവന് മേടിച്ചു കൊടുക്കാൻ പോവാന്നോ? എന്തുവാ? എനിക്ക് സമ്മതമില്ല. എനിക്ക് ഈ ബോക്സ് ഞാൻ ഈ മോന്റെ BTSന് പറ്റിയ ബോക്സ് എടുത്തിട്ട് നമുക്ക് ബാഗ് ഇതെടുക്കാം. ആ നല്ല കളർ. പോരെ? മതി മതി മതി. മൗനം സമ്മതമായിട്ട് അമ്മയെ എത്ത എടുക്കുന്നു. ഇങ്ങോട്ട് ഇങ്ങോട്ട്. അത്ത വീട് പണി ആയതുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാം ഞങ്ങൾ ആ കാരണമാണ് പറയുന്നത്. അത് ആ പിള്ളേർക്ക് അതങ്ങ് കൊടു. എന്റെ ഒക്കെ മോന്തൊക്കെ എല്ലായിരിക്കും.
കൊണ്ടുവന്ന അതൊക്കെ പ്രശ്നമാറുണ്ട്. അണ്ണ എന്നോട് പറഞ്ഞത് ആദ്യം നമുക്ക് യൂണിഫോം എടുക്കാം. അവര് ഇഷ്ടത്തിന് നമ്മൾ മേടിച്ചു കൊടുത്ത് ശീലിച്ചിട്ട് ഇപ്പൊ അത് മാറുമ്പോൾ അന്നേരം ഒരു വിഷമമാണ്. വിഷയം വേറൊന്നുമല്ല. ഈ പറയുന്ന അവര് വന്ന് എടുക്കുന്നതല്ലേ അവര് നിങ്ങൾ മേടിച്ചു കൊടുക്കും. അതെ അതെ. ഇപ്പൊ ആ ഒരു ലഞ്ച് ബോക്സ് ഇതോ, പക്ഷെ ഇതിനകത്ത് സ്പേസ് കുറവാ. ഈ ബോക്സ് ചോറൊക്കെ വെക്കാനാണ്. തുറന്ന് എടുക്കാൻ പറ്റും. യോ ഇല്ല, ഇതിങ്ങനെയാടാ ഇത് ചോറുണ്ടെന്നേ. പോടാ പോടാ, ഇത് ആകെ ഇത്രയും സ്പേസ് ഉള്ളു. ഇതിനകത്ത് എങ്ങനെ ചോറ് ഇനി മിണ്ടായി. നമുക്ക് ടിഫിനായിട്ട് എടുത്താൽ പിന്നെയും വേണ്ടില്ല. നോക്കട്ടെ. ചോറും വെക്കാം, കറികളും വെക്കാം. മോക്ക് പിങ്ക് എടുത്തു. അപ്പൊ ഇത് വേറെ വെക്കുകയും വേണ്ട. അതെ, കറി ഇങ്ങനെ ഇങ്ങോട്ട് പറ. അമ്മച്ചി ലാസ്റ്റ് ഞങ്ങൾ വില പറയും. ഞങ്ങൾക്ക് 200 രൂപ കുറച്ചിട്ട് ഇറങ്ങിയിരിക്കും. ഇത് രണ്ടും പൊന്നൂന്. മോനോട്ടന്റെ കളർ സെറ്റ് ആണോ? ഈ കളർ മതിയോ? ഇത് മോനിട്ടേനെ. ഓക്കെ. അതിന് പറ്റിയതാണ്. ഇത് വേണ്ടേ ബോട്ടില്? ഫ്രീ ഉണ്ട്. ഇനി ചില ബാഗ് എടുത്തെന്ന് പറഞ്ഞ ബോട്ടിലെടുത്ത് തിരിച്ച് മാറ്റിയാ. അതൊരു ഫാഷന് വേണ്ടി ഒരു ബാഗ് കുപ്പി വെച്ചതാ. പക്ഷെ നമ്മളത് മുതലാക്കി. 2 ബോട്ടിൽ മതി. അതന്നെ, തന്നേ പറ്റൂ ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറാ. അമ്മച്ചി എന്റെ ബോക്സ്. ഓക്കെ. ഇത് കണ്ടോ അണ്ണേ? താണ്ടേ, ഇതാകുമ്പോ ഇങ്ങനെ വെക്കാം, കുഴപ്പമില്ല. ഇതിനകത്ത് വെക്കാം. വേറെ ബോക്സ് കുപ്പി വെക്കാൻ പറ്റിയ സെറ്റ് ആവത്തില്ല. നമുക്ക് വെക്കാൻ ഒക്കെ വെക്കാൻ പറ്റും. ഇനി വലുതുണ്ടോ? ശരിയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കും. കണ്ട കുപ്പിയൊക്കെ വെക്കാം. അല്ലെങ്കിൽ വെക്കാം കുപ്പി. കളറേ ഉള്ളോ? വേറെ കളർ. അവൻ എപ്പോഴും ദോശയും കാര്യങ്ങളൊക്കെ. അവക്കാണ് ലഞ്ച്. ആ ചെറിയ ലഞ്ച് ബാഗ് ഇല്ലയോ? ഇത് കുഴപ്പമില്ല. നല്ല ബാഗാ. ഇതിന് പറ്റിയ കുപ്പി വെക്കാൻ ഒക്കത്തില്ല. അപ്പൊ നമുക്ക് ഇത് തന്നെ എടുക്കാം, കുഴപ്പമില്ല. അതിന് വില എല്ലാം അങ്ങ് കുറച്ചാ മതി, പ്രശ്നമില്ല. എല്ലാം കുറച്ചാ മതി. ബ്ലൂ കളർ. ഇതെന്തോ ഇത് കട്ടറാണോ? ഒരെണ്ണം മതി. കളർ അനുസരിച്ച് കട്ടർ എടുക്കുന്നു. ബാഗിന്റെ കളറൊന്നും പെൻസിൽ വെട്ടാൻ ആവശ്യമില്ല നമുക്ക്. ഇവിടെ എടുത്ത് ഇതാണോ? അത് തന്നെ. പെട്ടി ഇതാണോ? ബോക്സ് ഇത് മതിയോ? ഇതിനകത്ത് ഉണ്ട് ഓൾറെഡി കട്ടറൊക്കെ ഉണ്ട്. റബ്ബർ നമുക്ക് വേറെ മേടിക്കാം. റബ്ബറും പെൻസിലും. ബിൽഡിങ്ങിലാണെങ്കിൽ അഥവാ ഇത് ചോറായി പോയാൽ പൊന്നു കൊണ്ട് അവന് കൊടുക്കണം ദോശ. കേട്ടോ, എപ്പോഴും അമ്മ മാറ്റിയൊന്നും വെക്കത്തില്ല. ഒരു വട്ടം എനിക്ക് അബദ്ധം പറ്റി ഫ്രണ്ട്സ്. അതിനാണ് ഈ പറയുന്നത്. ഒരേ കളർ എടുത്താലേ മാറിപ്പോകുന്നു. ലഞ്ച് കൊള്ളാം. ലഞ്ച് ബോക്സ് കൊള്ളാം. ഇതിവിടെ വെച്ചോ. ഈ 2 ലഞ്ച് ബോക്സ്. സ്നാക്സ് ബോക്സ് കൂടെ വേണം അണ്ണേ. സ്നാക്സ് ബോക്സ് ബോക്സ് ഇതിന്റെ അണ്ണേ. സ്നാക്സ് ബോക്സ് കൂടെ സെലക്ട് ചെയ്യോ? ഇതാണോ? അതെടുക്ക്. പിന്നെ വേറെ ഒരെണ്ണം എടുക്കും. മോനക്കുട്ടൻ്റെ ഒരു ബൈക്കോ എന്തെങ്കിലും. ഞാൻ എടുക്കാം. അത് രണ്ടും മതി. എന്നാ അത് 2 ബോയ്സിന്റെ ആണതുപോലെ. അങ്ങനൊന്നും ഇല്ല. അത് രണ്ടും. ഇനി ഇത് വീട്ടിൽ പോയിട്ട് 10 വട്ടം മോനോട്ട് തുറന്നു നോക്കും. ഇല്ല, എന്നാലും ഒരു 10,000 വട്ടം ഇത് തുറന്ന് ബോക്സ് നോക്കും, ലഞ്ച് നോക്കും. ഇല്ല മോനോട്ടാ? പറന്ന് വാങ്ങിച്ചു കൊടുത്തപ്പോ സന്തോഷമായി. സന്തോഷം കണ്ട. പെട്ടെന്ന് മഴ മാറി വെയില് വന്നു. ഇത് കൊള്ളാം. പക്ഷെ ഇപ്പോൾ സാധാരണ പൊന്നു എവിടെ പോലും പിങ്കാ എടുക്കുന്ന കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതാ എടുക്കുന്നത്, പക്ഷെ അവളത് എടുത്തില്ല. കൊള്ളാം, കളറ് കൊള്ളാം. പെൺപിള്ളേർക്ക് എപ്പോഴും പിങ്ക് ആ ഒരു
കളർ ഷെയ്ഡ് നോക്കിയിട്ട് അവരെ എടുക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ബാഗും പിന്നെ സ്നാക്സ് ബോക്സ്, ലഞ്ച് ബോക്സ്, പിന്നെ വാട്ടർ ബോട്ടില് ബോക്സ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തു. ഇനി നമുക്ക് അടുത്ത എന്തോ പൊന്നു യൂണിഫോം. അടുത്ത യൂണിഫോം കൂടെ കഴിഞ്ഞാല് സ്കൂൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇനി നമുക്ക് പിന്നെ എറേസർ, പെൻസിൽ, അതൊക്കെ സിമ്പിൾ കാര്യമല്ലേ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞാല് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ്. പിന്നെ നോട്ട്ബുക്സോ? നോട്ട്ബുക്ക് മേടിക്കണം, അത് കുഴപ്പമില്ല. അത് അത്ത എങ്ങനെങ്കിലും ഒരു കടയിൽ നിന്ന് മേടിച്ചോണ്ട് വരും, നിങ്ങൾ വേണമെന്നില്ലല്ലോ. ഫ്രണ്ട്സ് എന്റെ അടുത്ത് ഒളിച്ചിരുന്ന് പറയുക പൊന്നൂസ്, എനിക്ക് സന്തോഷമായി. അത്തമ്മയും റോളിംഗ് ബാഗ് വാങ്ങിച്ചു കൊടുത്തോണ്ട് ഭയങ്കര സന്തോഷം. താങ്ക് യു റോളിംഗ് ബാഗ് മേടിച്ചു തന്നേന്. ഓ ശരി. താങ്ക് യു. കഴിഞ്ഞ വർഷം ഇങ്ങനെ പറഞ്ഞാരാ, ഇപ്പൊ പൈസ ഇല്ല മക്കളെ, അടുത്ത വർഷം വാങ്ങിച്ചു തരാണ്. ഈ അടുത്ത വർഷം ആയപ്പോ അവർക്ക് അതെ അണ്ണാ അവിടെ നിന്ന് പറയാം, നമുക്ക് വീടിന് പൂട്ട് മേടിക്കാന്ന് കഥ പേര്. എന്നാ പൂട്ട് സാരമില്ലല്ലോ, നമ്മൾ അധ്വാനിക്കുന്നതേ അവർക്ക് വേണ്ടിയല്ലയോ. പിന്നെ ഇനി ഞാൻ ഇന്നലെ ഇട്ട അതേ ഡ്രസ്സ് തന്നെ കേട്ടോ, എന്റെ അഴുക്കായില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് ഊരിയിട്ട്. ഇവര് പിന്നെ മദ്രസ പഠിക്കാൻ പോയല്ലോ. അതെ സമയമുണ്ട് കേട്ടോ, ഇവർക്ക് 3 മണിക്കാണ് പോകേണ്ടത്. 1/2 മണിക്കൂർ കൊണ്ട് യൂണിഫോം എടുത്താൽ അത് തന്നെ. അതുകൊണ്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ. അത് തന്നെ ഞാൻ വന്നേരെ പറഞ്ഞേ 1/2 മണിക്കൂർ മതി. ആ കടയിലോട്ട് കേറി പോയപ്പം ഇവർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട ബാഗ് തന്നെ എടുത്തത്. ഒരുപാടൊന്നും കഴിഞ്ഞ വട്ടം ഇത് തന്നെ നമ്മളിങ്ങനെ കേറി പോയപ്പോ അവരവിടെ ഡിസ്പ്ലേ വെച്ചേക്കുന്ന അതേ ബാഗാണ് പോന്നൂസിന് മോനൂട്ടനെ എടുത്തത്. ഒത്തിരി ഇട്ട് വലിയ നോക്കേണ്ട ആവശ്യമില്ലാതെ ഇപ്പോഴും കേറി പോയപ്പോ കണ്ട അതേ ബാഗ്. അപ്പൊ ഇനി അത്ത പിന്നെ ബാഗ് ചുമന്ന് സ്റ്റെപ്പിന്റെ അവിടെ വരെ കൊണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. വെയിറ്റ് ആയതുകൊണ്ട് അണ്ണൻ ഇവർക്ക് തോളുവേന എടുക്കുന്ന അണ്ണൻ സ്റ്റെപ്പിന്റെ അവിടം വരെ കൊണ്ടാക്കുമായിരുന്നു. ഉരുട്ടിക്കൊണ്ട് അങ്ങ് പോണം. നമ്മൾ ഇതേ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഈ ബാഗും കഴിഞ്ഞ വർഷം മേടിച്ചത്. അതെ, അതിന് ട്യൂഷൻ ബാഗ് ആയിട്ട് എടുക്കാം, ട്യൂഷന് മദ്രസയിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട്. ഇത് പണ്ടത്തെ എന്റെ 1ാം ക്ലാസ്സിലെ ബാഗായിരുന്നു. അതെ അണ്ണേ അവിടെയാണോ പോകുന്നത്? റെഡിമെയ്ഡ് ആയിട്ട് എടുക്കൂല്ലേ നമ്മള്? യൂണിഫോം റെഡിമെയ്ഡ് ഇല്ലയോ? അത് തന്നെ, അല്ലെങ്കിൽ ഇനി തച്ച് വെച്ചിരിക്കണം. എല്ലാ വട്ടവും ഞാൻ റെഡിമെയ്ഡാണ് എടുക്കുന്നത്. അപ്പൊ ഇനി നേരെ യൂണിഫോം. അമ്മ ഇനി ഇവിടെ ഒരു സ്ഥലത്തിരിക്കാം. മക്കളെ യൂണിഫോം എടുക്കൂ. മോള് 4ലും മോൻ 2ലും. പാന്റും ഷർട്ടും കോട്ടും. ഇവക്ക് പാവാടയും ഷർട്ടും കോട്ടും. പാന്റും അല്ലല്ല, ഷർട്ടും കോട്ടും പാന്റും. മോനൂട്ടന്റെ കൂട്ട് പൊന്നു അക്കച്ചി ഹൈസ്കൂളിൽ UP-ലാവുമ്പോ. ഓ ഇവൻ 2ല് പാന്റ് ഷർട്ടും കോട്ടും. ദോ മോനുകൂട്ടാ ചേച്ചിയുടെ എടുത്തോട്ട് പോ. ഷർട്ടിന് അളവും 22 മോക്ക് ഷർട്ടിന് അളവും. ഒത്തിരി ഇതൊന്നും വേണ്ടട്ടാ. വളവളന്ന് കിടക്കും, എനിക്കിഷ്ടമല്ലത്. അപ്പൊ അതെത്ര ചേച്ചി? 20. പൊന്നിന് നോക്കട്ടെ, കറക്റ്റ് ആണോ എണ്ണേ? ഏയ് ഇട്ട് നോക്കിക്കേ, ബട്ടൺസ് ഒന്ന് ഇട്ട് നോക്കി. 20 പോരെ? അവന് 18. യൂണിഫോം ഇല്ല, കഴിഞ്ഞ വട്ടം നമ്മൾ മേടിച്ചില്ലല്ലോ. അതുപോലെ ഇത് തന്നെ നമുക്ക് അടുത്ത വർഷം യൂസ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വർഷം പഴയതായിട്ടത് നമ്മള് അമ്മ ട്രൈ ക്ലീൻ ചെയ്തായിരുന്നു. 18-20 നമ്മള് കഴിഞ്ഞ അടുത്ത ഷർട്ട്. സാരമില്ല, നോക്കട്ടെ. പൊന്നും കൂടെ നോക്കിയേ, കൈ ഒരു ഇച്ചിരി നമുക്ക് അടിക്കാം, അത് മതി. അല്ലാതെ പൊന്നിന് കറക്റ്റ് 21-നും മോനൂട്ടന് 19-നും എവിടെ പോവും? ഇച്ചിരി ഇറുക്കമാണോ? അപ്പൊ നമ്മൾ ബെൽറ്റ് ഇടത്തില്ലേ? 28ഓ? ഏത് വേണോ? ഇത് മതിയോ? കൊള്ളാവോ? പെർഫെക്റ്റ്, സൂപ്പർ, കൊള്ളാം. ഇത് മതിയല്ലോ പൊന്നൂനും മോണ്ടനും. ഈ 2 പീസ് വെച്ച് ചേച്ചി. അപ്പൊ ഇതൊന്ന്, ഇനി ഒന്നും കൂടെ, ഷർട്ട് ഒന്ന്, കോട്ടൊന്ന്, പാന്റ് ഒന്ന്, അങ്ങനെ ഊരിയേറെ എല്ലാം ആയില്ലേ ചേച്ചി?
ബാപ്പുവാ ഷോക്സും എടുത്ത് താഴേന്ന് വണ്ടി കയറും. സോഡാ നാരങ്ങ വെള്ളം അമ്മതേ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നു. ഇനി ഇതും കുടിച്ചിട്ട് നമുക്ക് ഓടി അങ്ങ് പോവാം. എന്താ? ഓ 3 കടയിൽ കയറി ഇറങ്ങിയപ്പം കുഴഞ്ഞ ഫ്രണ്ട്സ്, എനിക്ക് വയ്യ. അത്ര ഡ്രസ്സ് കൊണ്ടുവയ്ക്കാൻ പോയതാ. ബാ 4 എണ്ണം ബാ, വേഗം വാ. എന്നാ നാരങ്ങാളം കുടിക്കേ. ബോണ്ട ചൂടാന്ന് തോന്നുന്നു, അത് മേടിക്കും. എനിക്കറിയാം ഏത്തക്കപ്പം മതി എണ്ണ. നിനക്ക് എന്താ വേണം? ബോണ്ട ചൂടാ. മോനൂട്ടന് വേണോ ബോണ്ട? ആ ചേട്ടൻ പൊരിക്കുന്ന ഞാൻ കണ്ട് ചൂടാ. അങ്ങോട്ട് പോകുമ്പോൾ കഴിക്കാം. എൻ്റെ പൊന്നെ എന്തൊരു ദാഹം. ഇത്രയും കടയിൽ കയറി ഇറങ്ങിയപ്പോൾ വലഞ്ഞ് ഫ്രണ്ട്സ്, വലഞ്ഞ്. അത് മതി. ബോണ്ട ചൂടാ. അല്ലെങ്കിൽ പൊന്നു എടുത്ത് വെച്ചാൽ മതി. എടുത്ത് വെച്ചേ പൊന്നു, വണ്ടി പോകുമ്പോൾ കഴിക്കാം. ഏത്തക്കപ്പം ചൂടാന്ന് ചേച്ചി? ബോണ്ട നമുക്ക് 50-50 എടുക്കാം. നിങ്ങൾക്ക് 2 പേർക്കും ചൂട് സാധനം. അതിങ്ങടെ അമ്മയ്ക്ക് ഒരു ഏത്തക്കപ്പം. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിശക്കത്തില്ലേ പഠിച്ച്? അപ്പം കഴിക്കാം. അപ്പോഴത്തേക്ക് ഇത് ചൂടാറും. നല്ല എണ്ണയുണ്ട് കേട്ടോ. പള്ളിന്ന് വരാനോ? അയ്യോ വലഞ്ഞു പെരിഞ്ഞു പോയി. എന്തൊരു വെയില്. നമ്മളൊരു ബേക്കറി കയറി പറഞ്ഞു, പിന്നെ 2 ചൂടുള്ള ബോണ്ടയും പറഞ്ഞു, 2 ഏത്തക്കപ്പവും പറഞ്ഞു. അപ്പോ നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോ ചില്ലറ കാര്യങ്ങളേ ഉള്ളൂ. പെൻസിൽ, എറൈസർ, പിന്നെ അതുപോലെ ബുക്ക്, ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. അണ്ണന്റെ ഉപ്പാടം വന്നു. അണ്ണൻ പറയൂ ഞാൻ പറഞ്ഞ ബഡ്ജറ്റിലൊന്നും നിന്നില്ലെന്ന്. പിന്നെ എന്തായാലും ഹാപ്പിയായി. ഇനി അണ്ണൻ പുതിയ വീട്ടിലേക്ക് ഈ പണിക്കാർക്ക് ട്യൂബ് വേണമെന്ന് പറഞ്ഞാൽ അത് ഇതുകൊണ്ട് അവിടെ അടുത്തൊരു കടയിലുണ്ട്. അപ്പൊ അണ്ണൻ പറഞ്ഞു ഇനി അതായിട്ട് മറന്നു കൊണ്ടാന്ന് പറഞ്ഞ് വേഗം പോയി മേടിക്കാൻ പോയി. ഇനി നമ്മൾ നേരെ മദ്രസയിലോട്ട് പോവാണ്. ഇവരിനി പൊന്നും മഫ്തൊക്കെ എടുത്തില്ലയോ? എല്ലാം മേടിച്ചു. ഹാപ്പി ആയില്ലയോ പൊന്നു? ഹാപ്പി മോനിട്ട് ഹാപ്പി? റോളിംഗ് സൈക്കിൾ മാത്രം മതി ഗൈസ്. ഞങ്ങൾ ഇത്ര റോളിംഗ് സൈക്കിൾ അല്ല, റോളിംഗ് ബാഗ്. റോളിംഗ് ബാഗ് സൈക്കിളും ഉണ്ട് കേട്ടോ, റോളിംഗ് സൈക്കിൾ. അപ്പൊ അപ്പൊ നിങ്ങള് എല്ലാ കുഞ്ഞുങ്ങളും ഡ്രസ്സൊക്കെ എടുത്തോ, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞൊക്കെ കമന്റ് ഇടണേ. ഫ്രണ്ട്സ്, ഈ പൊന്നൂസ് പറഞ്ഞ് ഇവക്ക് റോളിംഗ് സൈക്കിൾ മതി, എനിക്ക് ഒരു സൈക്കിൾ വലുത് മേടിച്ചു തരുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ മുത്തുമണി ഫാമിലിയിൽ 1 ലക്ഷം ആയതിലും പൈസ കിട്ടുമ്പോ അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് മേടിച്ചു തരാന്ന്. അപ്പൊ ബൈ പറ എല്ലാരോടും. ടാറ്റാ.